ഇത് വാഴച്ചുണ്ട്. ഈ കാണുന്നത് ചിക്കൻ, എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ കഷ്ണമുള്ളൂ കേട്ടോ, കുറച്ചുള്ളൂ. ഒരു 250 ഗ്രാം ഒന്നുമില്ല, 150 ഗ്രാമേ കാണുള്ളൂ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാചകം ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് എന്താ ചെയ്യാന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മളപ്പോൾ എല്ലാ സാധനമൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പൊടികളും കൂടെ നമുക്ക് എടുത്താൽ മതി, അത് പിന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാമേ. ചിക്കൻ നമ്മൾ മുമ്പേ എടുത്ത് കാണിച്ച ചിക്കൻ ചെറിയ പീസുകളായിട്ട് കൊണ്ട് ചെറിയ പീസുകളായിട്ട് ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചേക്കാണ്. ഇനി അതുപോലെ തന്നെ ആ ചുണ്ടും ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഉപ്പ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. നമ്മൾ കറ കളയാൻ വേണ്ടി എടുക്കില്ലേ, അങ്ങനെ കറയൊക്കെ കളഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് മാത്രം ഒന്ന് ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ടും കൂടെ കൂടിയിട്ടാണ് ഇത്രയും ഉള്ളൂ. ഇനി ഒരു 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ആ ചുണ്ട് അരിഞ്ഞ അതേ രീതിക്ക് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പണിയിലേക്ക് കിടക്കാം. നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഈ പാക്കുടത്തിൽ കുറച്ച് കറിവേപ്പിലയുടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഈ സവാള ശരിക്കും അങ്ങോട്ട് വഴണ്ട് വരണ്ട, നമുക്ക് ബാക്കി സാധനമൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു 2 സ്പൂണ് മുളക് പൊടി എടുക്കുകയാണ് കേട്ടോ. 1 സ്പൂൺ അളവിൽ 1.5 സ്പൂണ് അളവിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ചിക്കനും അതുപോലെ തന്നെ ആ വാഴച്ചുണ്ടുണ്ടല്ലോ അതും കൂടെ അങ്ങിട്ട് കൊടുക്കുകയാണ്. ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം വേണം വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. വാഴച്ചുണ്ടൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല, പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാടില്ല, കുറച്ച് മാത്രം, ആ മൂട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മൂട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും ഇടുക കേട്ടോ, ഞാൻ മുമ്പ് ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇത് ഇത്രയും വറ്റി വന്നാൽ മതി കേട്ടോ. ഇനി നമ്മളിത് വാങ്ങിയിട്ട് ഇനി ഇതിലേക്ക്, ഇതിപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിലേക്ക് വേറൊരു സംഭവം കൂടെ നമ്മൾ ചെയ്ത് ചേർത്താലേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇനി ഞാൻ അടുത്ത ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ധാന്യമായിട്ട് കൊടുക്കുന്ന കുറച്ച് തേങ്ങയാണ് കേട്ടോ. ഒരു മുറി തേങ്ങയുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3-4 വറ്റൽമുളകും ഉണ്ട്, ഇതും കൂടെ അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വാർത്തെടുക്കണം നമുക്ക്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കറക്കുന്ന രീതിക്ക് മൂക്കരുത്, ഈ ഒരു പരുവം മതി. ഇത് പാകമായി. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാമേ. എന്നിട്ട് നമ്മൾ ഇത് മറ്റേതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചുണ്ടും കട വേവിച്ച് വെച്ചില്ലേ ചിക്കനൊക്കെ കൂടെ, അപ്പോൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡിയായി. കറിയല്ല, തോരനാണ് കേട്ടോ. അത് ചുണ്ടും ചിക്കനും കൂടെ കൂടിയുള്ള തോരനാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.